ഈ കാര്യങ്ങൾ ഉടൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നു. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ബ്ലെസ്സിങ്സ്. ട്രസ്റ്റ്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളടുത്ത് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് വിഷമാവുന്ന എന്തെങ്കിലും സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന സിറ്റുവേഷനിൽ കൂടിയാണ്, ഓർ എന്തെങ്കിലും ഒരു സ്ട്രെസ്, ആങ്സൈറ്റി ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. കാരണം ഈ സിറ്റുവേഷൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യത്തിന്റെ എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില സത്യാവസ്ഥകൾ നിങ്ങൾക്ക് മുന്നിൽ റിവീൽഡ് ആവുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുള്ള ചില രീതിയുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ്. സോ ചിലത് നിങ്ങൾക്ക് സർപ്രൈസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് ഒരു എൻഡ് സ്റ്റേജിലായിരിക്കാം നിങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇനി എന്താണ് നെക്സ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ഓക്കെ, കാരണം ചില സർപ്രൈസിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിവൈൻ ടൈം ഉണ്ടാവുന്നുണ്ട്, ഡിവൈൻ പ്ലാനിങ് ഉണ്ടാവുന്നുണ്ട്, ഓർ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിക്കും അവർ അവരുടേതായിട്ടുള്ള വഴിക്കും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം കുറച്ച് സമയമായിട്ട്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ ഈ ഒരു സമയം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം. സെപ്പറേഷൻ, ചില കൺഫ്യൂഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ബട്ട് ഒരു സർപ്രൈസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ സർപ്രൈസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്നത്? ദി ക്രിയേറ്റർ. ഓക്കെ, സോ ഈ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു ടൈം ആയിട്ടില്ല. സോ ചില കാര്യം അഗൈൻ ഇറ്റ്സ് എ സർപ്രൈസ്. ഓക്കെ, സോ അത് ഒരു ഡിവൈൻ ആയിട്ട് ഒരു ഡിവൈൻ പ്ലാനിങ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട് ആൻഡ് ഇറ്റ്സ് എ സർപ്രൈസ് ഫോർ യു. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് കൂടുതലുള്ള തിരിച്ചറിവ് ഡെഫിനറ്റ്ലി തരുന്നുണ്ട്. ഓക്കെ, കാരണം ചിലത് അൺഫോൾഡ് ആയിട്ടില്ല. ഓക്കെ, ചിലത് പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ എക്സൈറ്റ്മെന്റ് തരുന്ന ചില കാര്യങ്ങൾ, മൊമെന്റ്സ്, ഓർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ്, ഓർ എന്തെങ്കിലുമൊക്കെ യൂണിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ ചിലത് അൺഫോൾഡ് ആവാനിരിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ എപ്പോഴും നിങ്ങളിത് മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എസ്പെഷ്യലി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എന്തൊരു കാര്യം റിവീൽഡ് ആവാനുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയം എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും വെരി സൂൺ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ്, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സന്തോഷം തരുന്ന എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയാണോ റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തത്, ആഗ്രഹമുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എക്സ്പ്ലെയിൻ, നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടി കൂടുതലുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. സോ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങളുടേതായിട്ടുള്ള ചില പ്ലാൻസ് ഉണ്ട്, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ വിഷ് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ അവിടെ ഒരു ഡിവൈനിന്റെ ഒരു പ്രസൻസും കൂടെ ഉണ്ട്. ഓക്കെ, ഡിവൈനിന്റെ ചില ഗിഫ്റ്റ് ആക്ച്വലി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വലിയ റിച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് വരികയാണ്. സോ ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. ഓക്കെ, ആൻഡ് അഗെയിൻ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതൊന്നും കണക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിലും ഗൈസ് ഐ വോണ്ട് ടു ടെൽ യു ലൈക്ക് കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം. ഓക്കെ, ഈവൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും, വിഷമം ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ വളരെ കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? ഈവൻ നിങ്ങൾക്കത് വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് ചിലത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ
റിവീൽഡ് ആയതുകൊണ്ടാണ്, ചിലത് നിങ്ങൾക്കത് കാണാൻ സാധിച്ചത് കൊണ്ടാണ് ചില കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലെ. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരു ഹോപ്പ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ഓക്കെ, മേ ബി നിങ്ങൾ കംപ്ലീറ്റ്ലി വീണ് പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ. അത് നിങ്ങളുടെ മിസ്റ്റേക്സ് കൊണ്ടായിരിക്കാം, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു അബദ്ധങ്ങളായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഓർ മേ ബി നിങ്ങളുടെ ലോസ് ആയിരിക്കാം, നിങ്ങൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു നിങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക. ഓക്കെ, എല്ലാം ഓക്കെ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എല്ലാം ഓക്കെ ആയിട്ട് വരിക എന്നുള്ളതല്ല, എല്ലാം അതിന്റെ ഒരു റൈറ്റ് ഫോമിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു റിച്ച് ഫീലിങ്സ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ചില ആളുകളെ നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഹൗ ഡു യു ഫീൽ, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ ഓൾറെഡി ചില മാറ്റങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു റിച്ച് ഫീലിങ്സ്, നിങ്ങൾക്ക് വാല്യൂ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആ ഒരു റെസ്പെക്ട് തോന്നുന്ന ചില ചേഞ്ചസ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ മേ ബി നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിരിക്കാം. മേ ബി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് ആ ഒരു ഗട്ട് ഫീലിങ്സ്, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗട്ട് ഫീലിങ്സ് ഓർ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റൈറ്റ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാം, നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഈ ഒരു കണക്ഷനെ പറ്റി, ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ചിലത് നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഡിവൈൻ പ്ലാനിങ്, ഡിവൈൻ ഡിസിഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓർ നിങ്ങൾ മസ്റ്റ് ആയിട്ട് മേ ബി നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലെസൺ ആയിരിക്കാം. ചില ആളുകൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ പറയുന്നത് നിങ്ങളുടെ ലെസൺ ആയിരുന്നു, പക്ഷെ നിങ്ങൾ അവിടുന്ന് നല്ല രീതിയിൽ പഠിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു പാസ്റ്റ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷന് നിങ്ങൾ നല്ല രീതിയിൽ അവിടുന്ന് ലെസൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സെൽഫായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ചില ആളുകൾക്ക് വളരെ കൂടുതൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്റൻഷൻ ആൻഡ് നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സാധിച്ചിട്ടുണ്ട്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകളുടെ റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ചില ആളുകൾക്ക് നിങ്ങൾ വർത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ബി വെരി കെയർഫുൾ ആരാണ് നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, സോ അത് ഹെൽത്തി ആയിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, സോ ചിലത് നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. മേ ബി ഇത്ര സമയമായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അവൈലബിൾ ആവുന്നില്ല. നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് ചില സിറ്റുവേഷൻ, or maybe നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നില്ല. ഓക്കെ, സോ ചില കാര്യത്തിലേക്ക് വരാൻ ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്നത്. വി ആർ ദ വേൾഡ് കണക്ഷൻ. അഗെയിൻ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും വളരെ ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ വരുന്നുണ്ടായിരിക്കണം. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ട് തോന്നിയിട്ടുള്ള ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷന്റെ ഒരു കൈൻഡ് ഓഫ് ഡിവൈൻ ടൈം കംപ്ലീഷൻ ഓർ റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ റിലേഷൻഷിപ്പ്, എന്താണ് ഈ ഒരു കണക്ഷൻ, ഇതിന്ന് ഉണ്ടായിട്ടുള്ള ചില ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ടൈമിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നുണ്ട്, ഇന്റൻസ് മനസ്സിലാവുന്നുണ്ട്, പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും. ഓക്കെ, രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടുപേർക്കും അവിടുന്ന് സെൽഫായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും മേജർ പേർപ്പസ് ഉള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റിവീൽഡ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടൻ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, സോ ചില കാര്യത്തിന്റെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ചിലത് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് റീയൂണിയൻ, ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു ബോണ്ടിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
ഓൾറൈറ്റ്, സോ അതായിരിക്കും നിങ്ങൾക്കുള്ള ഈ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിവൈൻ ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരാനുള്ള ഒരു കാര്യം ഇല്ല. ഈ ഒരു ടൈമിൽ നിങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം, കാരണം ചില മിറാക്കിൾസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഐ എം നോട്ട് ഗിവിംഗ് എ ഹോപ്പ് ഫോർ യു, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ. കാരണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് ലെസൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഗ്രോ ചെയ്യണം, കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ അറിയപ്പെടുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളായിരിക്കാം, സെലിബ്രിറ്റീസ് ആയിരിക്കാം. ചില ആളുകൾ, നിങ്ങൾ രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയിരിക്കാം, സോഷ്യലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കാം. രണ്ടുപേരും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അത് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. സോ നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ആളുകളാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ. സോ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, ആ പേഴ്സണ് ഇനിയും ടൈം വേണ്ടി വരാം. ഓക്കെ, പക്ഷെ മനസ്സിലാക്കുക. സോ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം വേണം, നിങ്ങൾക്ക് സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സിറ്റുവേഷൻസ് മനസ്സിലാക്കാനും ആ വ്യക്തിക്ക് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, കംപ്ലീറ്റ്ലി നിങ്ങൾ മാറി നിൽക്കുക. ട്രസ്റ്റ് മീ, ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഹെൽത്തി ആയിട്ട് തന്നെ കണക്ട് ചെയ്യും. ഓക്കെ, സോ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്തിന് നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ഉണ്ടാവുന്നുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ടൈമാണ്. ഓക്കെ, അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടൈമില് ചിലത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ചിലത് ഡാർക്ക് ആണ്, ചിലത് അവിടെ ഒന്നുമില്ല, ഒരു എംപ്റ്റിനെസ് ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ബ്ലാങ്ക് ആണ്, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ അങ്ങനെ പോയി നിങ്ങൾ അവിടെ ഒരു ലൈറ്റ് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഓക്കെ, ആളുകൾക്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ മനസ്സിലാക്കി വരുന്നുണ്ട്, ഒരു കൈൻഡ് ഓഫ് കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട് അവരുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ നിങ്ങളും വേറെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് നിങ്ങളുടെ ഒരു വാല്യൂ, കാരണം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ഓർ നിങ്ങളുടെ ഒരു വർത്ത് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ചില ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എൻഡായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അങ്ങനെ തന്നെ എടുക്കാം. ഇപ്പൊ അത് എൻഡായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻഡായിട്ട് തന്നെ എടുക്കുക. വലിയൊരു ഹോപ്പ് ഒന്നും വെക്കാതെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് പോവുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് എന്താണോ എന്നുള്ളത് നിങ്ങൾ അത് ലിസൺ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളായിട്ട് ഒന്നും ഫോഴ്സ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നും ജസ്റ്റ് ഹറി ചെയ്യാതിരിക്കുക, തിരക്ക് പിടിക്കുക ഒന്നും ചെയ്യരുത്. കാരണം ഒരു സർപ്രൈസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. റീയൂണിയൻ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളിപ്പം എന്തൊക്കെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവിടെ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാറി നിൽക്കുകയാണ്, നിങ്ങൾ സെപ്പറേറ്റ് ആയി, ഓർ ഈവൻ ലൈക്ക് ഒരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും അവിടെ ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ഒരു വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത് ഉടൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു കണക്ഷൻ എന്താണ്, ഈ ഒരു കണക്ഷന്റെ ഇന്റൻഷൻ എന്താണ്, അതിനുണ്ടായിട്ടുള്ള ലെസൺ, അതൊക്കെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടിലേക്ക് എടുക്കുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, വളരെ സൈലന്റ് ആയിട്ട് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്, വളരെ മെച്യൂർഡ് ആയിട്ട് സിറ്റുവേഷൻ എടുക്കുന്നുണ്ട് രണ്ടുപേരും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.